ഹലോ ഗൈസ്, ഞങ്ങളിതാ മറ്റൊരു വ്ലോഗുമായി വന്നിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് നമ്മളൊരു പുതിയൊരു ചാലഞ്ചുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു കൊടുക്കും മിസ്റ്റാ, സ്പൈസി നൂഡിൽസ് ഈറ്റിംഗ് ചാലഞ്ച്. അതെ, നല്ല സ്പൈസി ആയിട്ടുള്ള നൂഡിൽസ് ആണ്. ഇപ്പം കടയിൽ നിന്ന് വാങ്ങിച്ച ഫ്രഷ് സ്പൈസി, നല്ല സ്പൈസി എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. ഹോട്ട് ആൻഡ് സ്പൈസി, കൊറിയനിലൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. ഡിലീഷ്യസ് വിത്ത് സ്പൈസിനെസ് കൊറിയൻ ചിക്കൻ ടേസ്റ്റ് എന്നൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. കൊറിയൻ ചിക്കൻ ഫ്ലേവർ എന്നത് കാണാമല്ലോ ഗൈസ്, കാണാമല്ലോ. അപ്പം അങ്ങനെയൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. നല്ല എരിവ് ഉണ്ടാവുമെന്ന് വിശ്വാസം. എരിവില്ലെങ്കിൽ നമ്മൾ ഒരു എക്സ്ട്രാ ഒരു പെട്ടി ഒരു കൂട് മുളക് കൂടി വേണേൽ ആഡ് ഇട്ടേക്കാം. അപ്പം നല്ല കുറച്ചൊരു എരിവ് നല്ല കിട്ടത്തുള്ളൂ. അപ്പം നമ്മളപ്പം നൂഡിൽസ് ഒക്കെ ഉണ്ടാക്കി നമുക്ക് ഈറ്റിംഗ് ചാലഞ്ചിലേക്ക് പോയേക്കാം. അപ്പോൾ ഗൈസ്, ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന നൂഡിൽസ് ഉണ്ടാക്കാൻ അറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. നമ്മൾ നൂഡിൽസ് എല്ലാം പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഒരു സീസണിങ് സാധനമുണ്ട്. ഇതെല്ലാണ്ട് താടിയുള്ള സാധനം തോന്നുന്നു. പിന്നെ വേറൊരു സംഭവം ഉണ്ട്, നിസിൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. സംഭവം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം മിക്സ് ചെയ്ത് പിന്നെ കുറച്ച് മുളക് കൂടെ വേണ്ടി ഇടാം. എനിക്ക് തോന്നിയില്ലെങ്കിൽ നമുക്ക് കുറച്ച് മുളക് ഇടാം. എല്ലാം നമുക്ക് സെറ്റ് ആയേക്കാം. ഇപ്പം നമുക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ഓണാക്കുന്നു. അപ്പോൾ കുറച്ച് നമ്മൾ ഓണാക്കി വെച്ചിട്ടുണ്ട്. വെള്ളം ചൂടാക്കിയിട്ട് വേണം ഇതിടാൻ, നൂഡിൽസ് ഇടാനാണ് എഴുതിയിരിക്കുന്നത്. ചൂടാക്കി ഇത് കുറച്ച് ഇളകി കഴിയുമ്പോൾ നമ്മൾ സോസും ഈ സാധനമെല്ലാം ഒഴിക്കും. ഇതിന് സോസ് പറയുന്നത് കേട്ടോ, അതുകൊണ്ടാട്ടോ നമ്മളെല്ലാം ഒഴിക്കും. എല്ലാ സാധനം ഇടും. നല്ല ഹെവി എരിവായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ്, ഹോട്ട് ആൻഡ് സ്പൈസി എന്നാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്തായാലും. അപ്പോൾ ഗൈസ്, നൂഡിൽസ് രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട്. വെള്ളം ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ സാധനം ഇടാൻ പോകണം. എന്നാ സാധനം പറയുന്നത് എന്തായാലും നമ്മൾ ഇടാൻ പോവാണ്. നല്ല ചുവപ്പായിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഈ സോസ് പോലത്തെ ആയതോടെ ഇട്ടിട്ട് മസാല മിക്സ് ആണ്. അത് നമ്മൾ ഈ സോസാണെന്നാണ് പറയുന്നത്. ഞാൻ ഇടാൻ പോവാണ്. മണമൊക്കെ കുഴപ്പമില്ല. എന്താ പറയാന്ന് എനിക്കറിയത്തില്ല. എല്ലാം കൂടി കളറായിട്ട് നല്ല കളറാണ് ഇരിക്കുന്നത്. നമ്മൾ തന്നെ നൂഡിൽസ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ലതായിട്ട് വേവണം. നൂഡിൽസ് എന്ന് പറഞ്ഞ സാധനം വെന്തില്ലെങ്കിൽ നമ്മുടെ വയറ്റിനകത്ത് കിടന്ന് ഭയങ്കര സാധനങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നൂഡിൽസ് എപ്പോഴും നല്ല വെന്തിട്ട് വേണം കഴിക്കാൻ. നൂഡിൽസ് കഴിക്കുന്ന പിള്ളേരാണ് എനിക്ക് പറയാനുള്ളത്. നല്ലതായിട്ട് വേവാതെ ഒരു നൂഡിൽസ് കഴിക്കരുത് ഗൈസ്. മിസ്സിലേക്ക് കൊടുത്തേക്കുവാണ്. അങ്ങോട്ട് ഇളക്കും. മിസ്സിൽ അങ്ങോട്ട് ഇളക്കട്ടെ. കുറച്ച് നേരം എടുക്കും, കാരണം ഇത് നല്ലതായിട്ട് വേവണം. അതുകൊണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നാലേ പെട്ടെന്ന് വേവത്തുള്ളൂ. അപ്പോൾ ഇളക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ്. നല്ല കളറൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ, നല്ല കളറൊക്കെ ആയിട്ടുണ്ട്. മണമൊന്നും അങ്ങോട്ടൊരു സുഖമില്ലാത്ത മണമാണ്. എന്താണ്ട് വല്ലാത്തൊരു മണം പോലെയൊക്കെയാണ്. എന്നാലും കുഴപ്പമില്ല, കഴിക്കാനുള്ള ഉദ്ദേശത്തിലാണ് ഇരിക്കുന്നത്. അപ്പം ഇച്ചിരി എരിവിന് വേണ്ടി കുറച്ച് മുളക് പൊടി കൂടി ഇടാം. ഗൈസ്, അപ്പം ഇതിൻ്റെ കുറച്ച് അടിക്കൊക്കെ പിടിച്ചിട്ടുണ്ട്. കരിഞ്ഞു തുടങ്ങിയായിരുന്നു. അടിക്കൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല. അടിക്ക് ചെറുതായിട്ട് പിടിച്ചോളൂ. അപ്പോൾ ഗൈസ്, നൂഡിൽസ് റെഡിയായിട്ടുണ്ട്. മണവും കൊള്ളത്തിലുണ്ട്. സത്യം പറഞ്ഞ മണം ഒരുമാതിരി മണമാണ്. പിന്നെ കൊറിയൻകാരനായതുകൊണ്ട് ഇവർക്ക് ഇച്ചിരി കൂടുതലാണ് സ്നേഹം. അപ്പോൾ നമ്മൾ
ഉണ്ടായിരുന്നില്ല. കുറേ നേരം എന്ത് കുറേ നേരം കഴിക്കുന്ന സാധനമൊക്കെയാണ് ആ എഴുതിയിരിക്കുന്നത്. മണവും ഇതിന്റെ ഇതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ട ഏതായാലും ടേസ്റ്റ് ഒന്നും നോക്കിയിട്ടില്ല. അപ്പൊ നമുക്ക് മത്സരിക്കാം. ചൂടാണ്, അറിയാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. റെഡി 1 2 3 ശരിയുണ്ട് കേട്ടോ. എന്നാലും കുറച്ച് കഴിയുമ്പോഴാണ് ഇവിടുന്ന് ഇങ്ങനെ എരിവ് വരുന്നുണ്ട്. എന്നാലും കഴിക്കും എന്നടാ ഭയങ്കര എരിവാണ്. മുളക് പൊടി ഇട്ടുകൊണ്ടാണ് തോന്നുന്നു. അത് കഴിക്കുമ്പോൾ എരിവ് മുഴുവൻ കുടിക്കണം. ഇടയ്ക്കൊന്നും വെള്ളം കുടിക്കാൻ പറ്റില്ല. അത് കാരണം നമുക്ക് വെള്ളം കുടിക്കാൻ പറ്റുള്ളൂ. മൊത്തം ചേർത്തു. എന്തെങ്കിലും കാണുമെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് മുളക് ഇട്ടുകൊണ്ടാന്ന് തോന്നും. അങ്ങനെ ഒന്നും പറയാൻ വാക്കുകളില്ല. ഞാൻ വെള്ളം കുടിക്കട്ടെ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ വെള്ളമൊക്കെ കുടിച്ച് ഫ്രൂട്ട് സലാഡ് വെച്ചപ്പോഴേക്കാണ് എരിവ് മാറാൻ ഭയങ്കര എരിവാണ്. വിചാരിക്കുന്ന പോലല്ല. ചൂടൊക്കെ ഇങ്ങനെ ഭയങ്കര എരിവ്. ഇവിടെ ഭയങ്കര എരിച്ചിലാണ്. അത് കഴിച്ച് എന്തായാലും എരിവ് മാറിയിട്ട് ലിക്വിഡോടെ കഴിച്ച് കഴിയുമ്പോൾ സെറ്റ് ആവും വിശ്വസിക്കുന്നു. അപ്പം ഇതായിരുന്നു ഗൈസ് ഞങ്ങളുടെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ സൈഡിൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നാലും നമ്മൾ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ നമുക്ക് ഗൈസ്. അപ്പം ഗൈസ് അടുത്തൊരു വീഡിയോ കാണുന്നവരെ